ഗുഡ് മോർണിംഗ്. എന്റെ കഴിഞ്ഞ 4 വീഡിയോസിൽ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാം, നമ്മുടെ എയിംസ്, നമ്മുടെ ടാർഗറ്റ്സ്, നമ്മുടെ അംബീഷൻസ് അതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്നൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വെച്ചിരുന്ന ഗോൾസ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾ എല്ലാവരോടും ചെറുപ്പം മുതലേ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വലുതാവുമ്പോൾ ആരാവാനാണ് ആഗ്രഹം? വാട്ട് ഈസ് യുവർ എയിം? വാട്ട് ഈസ് യുവർ അംബീഷൻ ഇൻ യുവർ ലൈഫ്? പിന്നെ പലരും നമ്മളോട് പറയാറുണ്ട്, റീച്ച് ഫോർ ദ സ്കൈ, റീച്ച് ഫോർ ദ മൂൺ, റീച്ച് ഫോർ ദ സ്റ്റാർസ്. നമുക്ക് എല്ലാവർക്കും പല പല എയിംസും പല പല ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മുടെ ലൈഫിൽ. എനിക്കുണ്ടായിരുന്നു അതേപോലെ പല ആഗ്രഹങ്ങൾ. സുഷ്മിത സെൻ മിസ് യൂണിവേഴ്സ് ആയ കാലം തുടങ്ങി എനിക്കും മിസ് യൂണിവേഴ്സ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മമ്മൂക്ക പടങ്ങൾ കണ്ട് വക്കീലാവണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടീച്ചർ ആവണം, പിന്നെ ഡോക്ടർ ആവണം, പോലീസ് ഓഫീസർ ആവണം എന്നൊക്കെ പല സ്റ്റേജസിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പം നല്ലൊരു ബിസിനസ് തുടങ്ങി നല്ലൊരു ഓൺട്രപ്രണർ ആവണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിവേ, ആ ആഗ്രഹങ്ങളൊന്നും എന്റെ നടന്നില്ല. നമ്മളും ചിലപ്പോഴൊക്കെ ഇതേപോലെയാണ്. വി സെറ്റ് മെനി ഗോൾസ് ഇൻ അവർ ലൈഫ് ദാറ്റ് വി വോണ്ട് ടു അച്ചീവ്, ബട്ട് മെനി എ ടൈംസ് വി ഫെയിൽ ടു അച്ചീവ് ദോസ് ഗോൾസ്. അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിൽ ആവുന്നത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗോൾസ്? മീനിങ് ഓഫ് ഗോൾസ് ഇസ് ഇറ്റ് ഈസ് ദ ഡിസൈർഡ് റിസൾട്ട് ദാറ്റ് വി വോണ്ട് ടു അച്ചീവ് ഇൻ അവർ ലൈഫ് വിത്ത് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് കമ്മിറ്റ്മെന്റ്. പ്ലാനിങ്ങും കമ്മിറ്റ്മെന്റും ഇല്ലാണ്ട് നമ്മുടെ ഗോൾസ് ഒരിക്കലും ഗോൾസ് ആവുന്നില്ല. ദേ ആർ ജസ്റ്റ് നമ്മുടെ വിഷസ് ആണ്. ജസ്റ്റ് ലൈക്ക് എന്റെ കാര്യം പറഞ്ഞ പോലെ അതെല്ലാം എന്റെ വിഷസ് ആയിരുന്നു. ദോസ് വർ നോട്ട് മൈ ഗോൾസ് ബിക്കോസ് ഐ ഡോണ്ട് പുട്ട് എനി കമ്മിറ്റ്മെന്റ് ഓർ ഐ ഡോണ്ട് പ്ലാൻ എനിത്തിങ് ഫോർ ഇറ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഗോൾസ് ഫെയിൽ ആവുന്നത്? ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് വി ആർ ഇൻകേപ്പബിൾ, ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് വി ആർ നോട്ട് ടാലന്റഡ്, ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് വി ആർ നോട്ട് ഹാവിംഗ് ദി എബിലിറ്റി, but it is just because our goals are not clear. Our goals are poorly framed, or maybe because we don't know exactly what we want in our life. So നമ്മുടെ ഗോൾസ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് നമ്മുടെ നല്ല ഒരു ഫ്രെയിം വർക്കിൽ നമുക്ക് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യാം? അതൊരു പ്രൊഫഷണൽ ഗോൾസ് ആണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ഗോൾ ആണെങ്കിലും, ഇഫ് വി സെറ്റ് അവർ ഗോൾസ് ഇൻ എ സ്മാർട്ട് വേ, വി ആർ ഗോയിങ് ടു അച്ചീവ് അവർ ഗോൾസ് വെരി ഈസിലി. അപ്പൊ ഈ സ്മാർട്ട് വേയിൽ നമുക്ക് എങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും? വാട്ട് ആർ സ്മാർട്ട് ഗോൾസ്? ഈ സ്മാർട്ട് ഗോൾസ് ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ. ഞാൻ ലോക്ക്ഡൌണിന്റെ ഇടയ്ക്ക് കുറച്ച് കോഴ്സ് ഒക്കെ പഠിച്ചപ്പം അതിനകത്ത് നിന്ന് ഒരു കോഴ്സിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് എങ്ങനെ ഗോൾസ് സ്മാർട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. സോ സ്മാർട്ട് ഗോൾസ്, SMART, സ്മാർട്ട്: സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. എങ്ങനെ നമുക്ക് നമ്മുടെ ഗോൾസ് സ്പെസിഫിക് ആക്കാം? Specific goals means our goals should be clear and our goals should be specific in what we need to achieve. Why do we want to achieve the goal? നമുക്ക് എന്തിനാണ് ഈ ഗോൾ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യണത്? ഇതൊക്കെയാണ് നമ്മുടെ സ്പെസിഫിക് ഗോൾസിൽ വരേണ്ടത്. എന്റെ സ്പെസിഫിക് ഗോൾസ് എന്ന് പറഞ്ഞാൽ I like to speak to people and I use this YouTube platform to speak to people, and I speak to people by uploading videos every once in a week. അത്രയും സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ സ്പെസിഫിക് ഗോൾ. നെക്സ്റ്റ് കംസ് ദ മെഷറബിൾ ഗോൾസ്. മെഷറബിൾ ഗോൾസ് മീൻ it means just we are evaluating our progress. നമ്മുടെ പ്രോഗ്രസ് along the way in achieving the goal നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ പ്രോഗ്രസ്. And this evaluation helps us in knowing if we are on the right track. നമ്മൾ ആ റൈറ്റ് ട്രാക്കിലാണോ, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പോകുന്ന ആ പാത്ത് നമ്മുടെ റൈറ്റ് ആണോ, ആർ വി ഗോയിങ് ഇൻ ദ റൈറ്റ് വേ? അതാണ് നമ്മുടെ മെഷറബിൾ ഗോൾസ്. സോ വി നീഡ് ടു മെഷർ. എന്റെ മെഷറബിൾ ഗോൾസ് വിൽ ബി, ഐ വിൽ ബി ഇവാലുവേറ്റിംഗ് ഓൺ ദ നമ്പർ ഓഫ് വീഡിയോസ് ദാറ്റ് ഐ പോസ്റ്റ്, പിന്നെ ഐ വിൽ ബി ഇവാലുവേറ്റിംഗ് ഓൺ മൈ നോളജ് അബൌട്ട് ദ ടോപ്പിക് ദാറ്റ് ഐ സ്പീക്ക്. ഞാൻ വായിക്കാറുണ്ടോ, ഞാൻ ആവശ്യത്തിന് റിസർച്ച് നടത്താറുണ്ടോ? ഇതൊക്കെ ആയിരിക്കും എന്റെ മെഷറബിൾ ഗോൾസ്. നെക്സ്റ്റ് കംസ് ദ അച്ചീവബിൾ ഗോൾസ്. അച്ചീവബിൾ ഗോൾസ് എന്ന് പറഞ്ഞാൽ ദോസ് ആർ ദ ഗോൾസ് ദാറ്റ് വി വോണ്ട് ടു അച്ചീവ്. നമ്മൾ അച്ചീവ് ചെയ്യണ സാധനങ്ങളായിരിക്കും അച്ചീവബിൾ ഗോൾസ്. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും നമ്മുടെ ചുറ്റുമുള്ളവരും നാട്ടിലുള്ളവരും അവരെല്ലാവരും അവരുടെ രീതിയിൽ പല ഗോൾസ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരൊക്കെ അച്ചീവ് ചെയ്യണ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മുടെ ഒരു ടാലന്റ് ഉണ്ട്, നമ്മുടെ നോളജ് ഏരിയ ഉണ്ട്. ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മുടെ അച്ചീവബിൾ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എന്റെ ചേച്ചി യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ്. ആൻഡ് ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ടീച്ചിങ് ബിസിനസ്.
ചേച്ചി ബിസിനസ് പഠിപ്പിക്കുന്ന ഒരു നല്ലൊരു ടീച്ചറാണെന്നും പറഞ്ഞുകൊണ്ട് ഞാനും ചേച്ചിയെ പോലെ ആവാൻ നിന്നാ നടക്കുമോ? ഇല്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ബിസിനസ്. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഒരു നോളജും ഇല്ലാത്ത ഞാൻ അതേപോലെ ആവണമെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് മൈ അച്ചീവബിൾ ഗോൾ, അല്ലേ? നെക്സ്റ്റ് കംസ് ദ റിയലിസ്റ്റിക് ഗോൾസ്. റിയലിസ്റ്റിക് ഗോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോസ് ആർ ദ റിയൽ ഗോൾസ്, ദ റെലവെന്റ് ഗോൾസ്. നമ്മുടെ ലൈഫിൽ എന്താണോ റെലവെന്റ് അതാണ് റിയലിസ്റ്റിക് ഗോൾസ്. കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യേണ്ടി വരും നമ്മൾ ഈ റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, കാമി റീത്ത നേപ്പാളിലെ ഒരു മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത ഒരാളാണ്. ഹി ക്ലൈംബ് ദ മൗണ്ട് എവറസ്റ്റ് 24 times ആൻഡ് പുള്ളി ഒരു റെക്കോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാമി റീത്ത 24 പ്രാവശ്യം മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുന്നുപോലും കയറാത്ത ഞാൻ മൗണ്ട് എവറസ്റ്റ് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡു യു തിങ്ക് ദാറ്റ് ഇസ് പ്രാക്ടിക്കൽ? ഒട്ടും തന്നെ പ്രാക്ടിക്കൽ അല്ല, അല്ലെ? അപ്പൊ റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് തിങ്ക് പ്രാക്ടിക്കലി. അത് പ്രാക്ടിക്കലായിട്ട് നടക്കുമോ, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം ഒരു റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യാൻ. ലാസ്റ്റ് വരുന്നതാണ് ടൈം ബൗണ്ട് ഗോൾസ്. നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു സെറ്റ് എ ടൈം ഫ്രെയിം ഫോർ ഇറ്റ്. ഇന്ന് നടത്താം, നാളെ നടത്താം, മറ്റന്നാൾ നടത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും നടത്താം. അങ്ങനെയല്ല നമ്മുടെ ടൈം ഗോൾസ് വരേണ്ടത്. നമ്മുടെ ടൈം ബൗണ്ട് ഗോൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ടൈം ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇറ്റ് മേ ബി ഫോർ ഒരു വീക്കിലാവാം, അല്ലെങ്കിൽ 1 month, അല്ലെങ്കിൽ 1 year. പക്ഷെ ഒരു സ്പെസിഫിക് ടൈം നമ്മൾ ആ ഗോളിന് വെച്ചിരിക്കണം. So my dear friends, if you need to achieve anything in your life, success in your life, you need to set a goal. Setting goals and setting those goals in a proper framework will definitely lead to you what you want in your life. And the smart goal endaanu vechittundayirunneങ്കിൽ, my smart goal is I aim to inspire people using this YouTube platform and by uploading videos every once in a week. That is my smart goal. എന്റെ പഴയ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ദോസ് ആർ ജസ്റ്റ് മൈ സ്വീറ്റ് മെമ്മറീസ്. എന്റെ മക്കളോടും എന്റെ ഫ്രണ്ട്സിനോടും പിന്നെ ഇപ്പതേ നിങ്ങളോടും ഒക്കെ പറയാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു കഥയായിട്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെ ഇരിപ്പുണ്ട്. സോ ദിസ് ഇസ് മൈ ലൈഫ് ആൻഡ് മൈ മെസ്സേജ്. ബൈ ബൈ.